ഇവിടെ മാ അൽഫൈന എന്നിടത്ത് ഞങ്ങൾ കണ്ടതെല്ലാം എന്നാണ് ഉദ്ദേശം. അൽഫ എന്നുള്ള ക്രിയ കണ്ടു, കണ്ടെത്തി എന്ന അർത്ഥത്തിൽ വരുന്ന ക്രിയയാണ്. പക്ഷെ അത് രണ്ട് മഫ്ഊലിലേക്ക്, കർമ്മത്തിലേക്ക് വിട്ടുകിടക്കുന്നതാണോ അതല്ല ഒരു മഫ്ഊലിലേക്ക് വിട്ടുകിടക്കുന്നതാണോ? കണ്ടെത്തി, കണ്ടുമുട്ടി എന്ന അർത്ഥത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാന്റെ 21-ാം വചനം, ബൽ നത്തബിഉ മാ വജദ്ന അലൈഹി ആബാഅന, മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടെത്തിയതിലെല്ലാം ഞങ്ങൾ പിൻപറ്റും എന്നാണ് അവിടെ അർത്ഥം. ആ മാ വജദ്ന എന്ന അതേ അർത്ഥത്തിലാണ് മാ അൽഫൈന എന്നുള്ളത്. ഒരു കർമ്മത്തിലേക്ക് വിട്ടുകടന്ന നിലയിലും രണ്ട് കർമ്മങ്ങളിലേക്ക് ഈ ക്രിയ വിട്ടുകടന്ന രീതിയിലും വന്നിട്ടുണ്ട്. സൂറത്ത് യൂസുഫിന്റെ 35-ൽ വഅൽഫയാ സയ്യിദഹ ലദൽ ബാബ്, അവരിരുവരും അഥവാ ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ സുലൈഖ, അതേപോലെ യൂസുഫ് അലൈഹിസ്സലാം ഇരുവരും അവരുടെ യജമാനനെ കണ്ടുമുട്ടി വാതിൽക്കൽ എന്ന് പറഞ്ഞെടുത്ത് വഅൽഫയ, അവരിരുവരും കണ്ടെത്തി എന്നാണ്. അവിടെ ഒരു കർമ്മത്തിലേക്കാണ് ഈ ക്രിയ വിട്ടുകിടന്നതായി പ്രയോഗമുള്ളത്. എന്നാൽ സൂറത്ത് സാഫാത്തിന്റെ 69-ൽ ഇന്നഹും അൽഫൗ ആബാഅഹും ളാല്ലീൻ എന്ന് പറഞ്ഞു. തീർച്ചയായും അവർ അവരുടെ പിതാക്കളെ കണ്ടുമുട്ടി വഴിതെറ്റിയവരായി, വഴിപിഴച്ചവരായി എന്ന് പറഞ്ഞില്ലേ. അൽഫ എന്നുള്ള ക്രിയ ഇങ്ങനെ വർത്തിക്കുന്നതിനാൽ തഫ്സീറുകളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. ഭാഷാ നിഘണ്ടുക്കളും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അബുൽ അസ്വദ് അദ്ദുഅലി മാലിം ഇബ്നു അംർ, പ്രമുഖ ഭാഷാ പണ്ഡിതൻ, വ്യാകരണ പണ്ഡിതൻ, ദീനീ വിജ്ഞാനങ്ങളിലൊക്കെ കഴിവ് തെളിയിച്ച മഹാരഥൻ, അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഫഅൽഫൈതുഹു ഗൈറ മുസ്തഅതബിൻ വലാ ദാകിരില്ലാഹ ഇല്ലാ ഖലീല. ഇവിടെ ഫഅൽഫൈതുഹു, അപ്പോൾ ഞാൻ അവനെ കണ്ടു, ഗൈറ മുസ്തഅതബിൻ, തെറ്റിൽ നിന്ന് മടങ്ങാത്ത നിലയിൽ. ഫഅൽഫൈതുഹു ഗൈറ മുസ്തഅതബിൻ വലാ ദാകിരില്ലാഹ ഇല്ലാ ഖലീല, അപ്പോൾ ഞാൻ അവനെ കണ്ടു തെറ്റിൽ നിന്ന് മടങ്ങാത്തവനായി, വളരെ കുറച്ചു മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നവനായും. അബുൽ അസ്വദ് അദ്ദുഅലി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വെച്ചാണ് ഈ ഒരു കവിത പറയുന്നത്. അദ്ദേഹം ഒരു കെണിയിൽപ്പെട്ട വിഷയമാണ്. ഒരിക്കൽ ബസറയിൽ ഒരു വീട്ടുമരത്തിരിക്കുകയാണ് അബുൽ അസ്വദ് അദ്ദുഅലി. അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ ആ വീട്ടിൽ നിന്നിറങ്ങി അദ്ദേഹത്തോട് യാ അബൽ അസ്വദ് ഹൽ ലക അൻ അതസവ്വജക് ഫഇന്നി സന്നാഉൽ കഫ് ഹസനത്തു തദ്ബീർ കാനിഅത്തും ബിൽ മൈസൂർ എന്ന് പറഞ്ഞു. ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ, കാരണം ഞാൻ സുഹൃതം ചെയ്യുന്നവളാണ്, കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നവളാണ്, കുറച്ചാണെങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നവളാണ് എന്നൊക്കെ തൻ്റെ മേന്മകൾ അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചു എന്നാണ്. അബുൽ അസ്വദ് അത് സമ്മതിച്ചു. അവരുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് അങ്ങനെ അവിടെ ഒരു വിവാഹം നടന്നു. വിവാഹ ജീവിതം തുടർന്നപ്പോൾ ആ സ്ത്രീ തന്നെ പരിചയപ്പെടുത്തിയതിന് നേരെ വിപരീത സ്വഭാവത്തിലായിരുന്നു അവരുടെ പെരുമാറ്റം മുഴുവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അവരിൽ വിരക്തനായ, വെറുപ്പുളവായ അബുൽ അസ്വദ് അവളുടെ കുടുംബക്കാരോട് അദ്ദേഹം ഏതാനും വരി കവിതകൾ ചൊല്ലി എന്നാണ്. അറഅയ്ത ഇംറഅൻ കുൻതു ലം അബ്ലഹ് അതാനി ഫഖാല ഇത്തഖദ്നി ഖലീല ഫഖാലൽതുഹു സുമ്മ അക്രംതുഹു ഫലം അസ്തഫിദ് മിൻ ലദൈഹി ഫതീല വഅൽഫൈതുഹു ഹീന ജറബ്തുഹു كذوب الحديث سروقا بخيلا فذكرته ثم عاتبته عتابا رفيقا وقولا جميلا فألفيته غير مستعتب ولا ذاكر الله إلا قليلا ألست حقيقا بتوديعه وإتباع ذلك صربا طويلا. ഇതായിരുന്നു ആ കവിതകൾ. അതിൽ പറയുന്നത് അബുൽ അസ്വദ് സംഗമിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഞാൻ അങ്ങോട്ട് പരിഗണിച്ച വ്യക്തിയല്ല, ഇങ്ങോട്ട് എന്നെ ഒരു കൂട്ടുകാരനാക്കൂ, ജീവിതസഖിയാക്കൂ എന്ന് പറഞ്ഞ് വന്ന കൂട്ടുകാരൻ. ഞാൻ കൂട്ടുകൂടി ആദരിച്ചു. പക്ഷേ എനിക്ക് ആ കൂട്ടുകാരനിൽ നിന്ന് ഒരു ഉപകാരവും ലഭിച്ചില്ല. അവനോട് കൂട്ടുകൂടിയപ്പോൾ കളവ് പറയുന്ന, മോഷ്ടിക്കുന്ന, പിശുക്കനായ കൂട്ടുകാരനായിട്ടാണ് ഞാൻ അവനെ കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞു നോക്കി, ആക്ഷേപിച്ചു നോക്കി, വളരെ മാന്യമായി, നല്ല ഭാഷയിൽ. ഫഅൽഫൈതുഹു ഗൈറ മുസ്തഅതബിൻ, പക്ഷേ തെറ്റിൽ നിന്ന് മടങ്ങാത്ത വ്യക്തിയായി അവനെ കണ്ടെത്തി. വലാ ദാകിരില്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രം ഓർക്കുന്നവനായിട്ടും. അതുകൊണ്ട് ഈ കൂട്ടുകാരനെ ഒഴിവാക്കാൻ ഞാൻ അർഹനല്ലേ എന്നാണ് അദ്ദേഹം ഈ സ്ത്രീയുടെ കുടുംബക്കാരോട് ചോദിക്കുകയുണ്ടായത്. ആ കുടുംബക്കാരെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഈ കവിത കേട്ട്, ബലാ വല്ലാ യാ അബൽ അസ്വദ്, അബുൽ അസ്വദ്, അള്ളാഹുവാണേ സത്യം, അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനെ വെച്ചിരിക്കണ്ട. അപ്പോൾ അബുൽ അസ്വദ് പറഞ്ഞു, തിൽക സാഹിബത്തുക്കും, എന്നാൽ ഈ കവിതയിൽ പറയപ്പെട്ട ആ വ്യക്തി നിങ്ങളുടെ മകള് തന്നെയാണ്. അങ്ങനെ ആ
സ്ത്രീയെ തലാഖ് ചൊല്ലി അബുൽ അസ്വദ് അവിടം വിട്ടു എന്നാണ്. ഇവിടെ ഈ സംഭവത്തെ ഉദ്ധരിച്ചത് ഈ അൽഫ എന്ന ക്രിയയുടെ ഈ ഒരു ഭാഷാപരമായ വ്യാകരണപരമായ പ്രത്യേകത മനസ്സിലാക്കാനാണ്. ഇവിടെ ആയത്തിലും അതേപോലെ ഈ കവിതയിലും രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകടന്ന നിലയിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു കർമ്മം മാത്രം വന്ന നിലക്ക് ഈ ക്രിയ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസിദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുലൂലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ഗൗരവത്തിൽ സംസാരിച്ച തിരുമൊഴി. ഗുലൂൽ എന്ന് പറഞ്ഞാൽ അന്യരുടെ മുതലുകൾ ചതിച്ചെടുക്കൽ, പറ്റിച്ചെടുക്കൽ, അതേപോലെ യുദ്ധാർജിത സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കവർന്നെടുക്കൽ, അതൊക്കെയാണ് ഗുലൂൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅള്ളമഹു വഅള്ളമ അംറഹു എന്നാണ്, വളരെ ഗൗരവത്തിലാണ് ഗുലൂലിൻ്റെ വിഷയം സംസാരിച്ചത്. അതിൽ കാണാം ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ബഈറുൻ ലഹു റുഗാ ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ഫറസുൻ ലഹു ഹംഹമ ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമത്തി അലാ റഖബതിഹി ഷാത്തുൻ. ഇങ്ങനെ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു തിരുമൊഴിയിൽ ഹദീസിൽ ലാ അൽഫയന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. 6 തവണ വിവിധ വിഷയങ്ങളുടെ വിഷയത്തിൽ. അന്ത്യനാളിൽ നിങ്ങളൊരാൾ തൻ്റെ പെരടിയിൽ ഒട്ടകത്തെ ചുമന്ന് വരുന്നത് ഞാൻ കാണാതിരിക്കട്ടെ. പിന്നെ കുതിരയെക്കുറിച്ചും ആടിനെക്കുറിച്ചും അതേപോലെ തന്നെ പക്ഷിയെക്കുറിച്ചും തോലിനെക്കുറിച്ചും അതേപോലെ കവർന്നെടുക്കപ്പെട്ട മറ്റു ദ്രവ്യങ്ങളെക്കുറിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടെയൊക്കെ ലാ അൽഫയന്ന എന്ന് പറഞ്ഞു, ഞാൻ കണ്ടുമുട്ടാൻ ഇടവരരുത് എന്ന ആശയത്തിൽ. അവിടെ അൽഫ പ്രയോഗിച്ചു, കാണുക, കണ്ടുമുട്ടുക എന്ന അർത്ഥത്തിൽ ഒരു കർമ്മത്തിലേക്ക് വിട്ടുകിടക്കും വിധം. അതുകൊണ്ട് തന്നെ ഇവിടെ തഫ്സീറുകളിൽ ഭാഷാപരമായി വ്യാകരണപരമായി വിശദീകരിച്ച മുഫസ്സിറുകൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് വായിച്ചത് ഉണർത്തി എന്ന് മാത്രം. ചിലർ പറഞ്ഞത് മ അൽഫൈന അലൈഹി ആബാഅന, അൽഫ എന്ന ക്രിയയുടെ കർമ്മമാണ് ആബാഅന എന്നുള്ളത്. അത് ഒരു കർമ്മത്തിലേക്കാണ് വിട്ടുകിടന്നിട്ടുള്ളത്. മറ്റു ചിലർ പറഞ്ഞത് ഇവിടെ അൽഫ എന്നുള്ള ക്രിയ 2 കർമ്മത്തിലേക്ക് വിട്ടുകിടന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കർമ്മം ആബാഅന എന്നുള്ളത് അത് പിന്തിപ്പിക്കപ്പെട്ടു, രണ്ടാമത്തെ കർമ്മം അലൈഹി എന്നുള്ളത് അത് മുന്തിപ്പിക്കപ്പെട്ടു. ഇങ്ങനെയാണ് ആ വിഷയത്തിൽ ചർച്ചയുള്ളത്. ഏതായാലും ഇവിടെ ഈ പ്രതികരിക്കുന്നവരുടെ ഭാഷ അത് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. അള്ളാഹു അവതരിപ്പിച്ചതെല്ലാം നിങ്ങൾ പിൻപറ്റൂ എന്ന് അവരോട് പറഞ്ഞാൽ, ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങൾ കണ്ടെത്തിയതെങ്ങനെയാണോ അതിലെല്ലാം ഞങ്ങൾ അവരെ പിൻപറ്റും. ഇതാണ് അവരുടെ പ്രതികരണം. അതാണ് നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന എന്നുള്ളത് അറിയിക്കുന്നത്.